കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഹൈദരാബാദ് കുക്കർ കേസിൽ ഒരു എക്സ് ആർമിക്കാരൻ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തി ആ ശരീരം പീസായി വെട്ടി കുക്കറിലിട്ട് വേവിച്ച സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ അറസ്റ്റായ എക്സ് ആർമിക്കാരൻ ഗുരുമൂർത്തി താനാണ് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസിനോട് വാക്കുമൂലം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പോലീസ് ഇപ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുകയാണ്. അത് ഗുരുമൂർത്തി എന്ന എക്സ് ആർമിക്കാരൻ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തി അവളുടെ ശരീരം പീസായി വെട്ടി അത് കുക്കറിലിട്ട് വേവിച്ച് ഡിസ്പോസ് ചെയ്ത സംഭവം പച്ചക്കള്ളമാണ് എന്നും മാത്രമല്ല ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്നാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ തന്നെ തലകീഴായി മാറുകയാണ്. എന്താണ് പറയുന്നത്? കൊല ചെയ്തവൻ തന്നെ വാക്കുമൂലം പറഞ്ഞിരുന്നു, പോലീസും അത് ശരിവെച്ചതാണ്. ഇപ്പോ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഇൻവെസ്റ്റിഗേഷൻ മാറിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്, എന്താണ് നടന്നിട്ടുള്ളത്, അപ്പോ ഗുരുമൂർത്തി എന്തിനാണ് കള്ളം പറഞ്ഞത്, അപ്പോ ഈ കേസിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ, ഇപ്പോ ഈ കേസുപരമായിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. വെൽക്കം ബാക്ക്. ഈ കേസ് ആദ്യം എങ്ങനെയാണ് നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ജനുവരി 18-ാം തീയതി ഹൈദരാബാദിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ വയസ്സായിട്ടുള്ള ഒരു അമ്മ കടന്നു വരികയാണ്. എന്നിട്ട് 2 ദിവസമായി തൻ്റെ മകൾ മാധവിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പോലീസുകാർ ആ വയസ്സായിട്ടുള്ള അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാനാണ് സാർ, മിസ്സിംഗ് ആയിട്ടുള്ള മാധവിയുടെ ഭർത്താവ് ഗുരുമൂർത്തി എന്ന് അയാൾ പറയുകയാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിൽ മീൻപെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെങ്കടേശ്വര കോളനിയാണ് എക്സ് ആർമിക്കാരനായിട്ടുള്ള ഗുരുമൂർത്തിയുടെ സ്ഥലം. എന്നാൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ DRDO, അതായത് ഡിഫറൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ഔട്ട്സോഴ്സ് സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ഗുരുമൂർത്തിയുടെ അമ്മായിയമ്മയുടെ കൂടെ അയാളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഗുരുമൂർത്തിയോട്, പറയൂ സാർ, എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഗുരുമൂർത്തി, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെയാണ് ജനുവരി 16-ാം തീയതിയും വഴക്ക് ഉണ്ടാവുന്നത്. അതിൽ ദേഷ്യപ്പെട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഗുരുമൂർത്തി പോലീസിനോട് പറയുകയാണ്. അപ്പോൾ പോലീസ് ഇതൊരു മിസ്സിംഗ് കേസായി അന്വേഷിക്കുകയാണ്. പക്ഷെ അങ്ങനെ അന്വേഷിച്ച പോലീസിന് ഗുരുമൂർത്തിയുടെ വീടിൻ്റെ അടുത്തുള്ള CCTV എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അതിൽ മാധവി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ CCTV ഒന്നും പോലീസുകാർക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ മാധവിയുടെ ഭർത്താവായിട്ടുള്ള ഗുരുമൂർത്തിയെ സംശയിക്കുകയാണ്. അങ്ങനെ പോലീസ് ഗുരുമൂർത്തിയോട് കള്ളം പറയാതെ നടന്നത് എന്താണെന്ന് തുറന്നു പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഗുരുമൂർത്തി, ഞാൻ നിരപരാധിയാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് ഗുരുമൂർത്തി പോലീസിനോട് പറയുകയാണ്. പക്ഷേ പോലീസ് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോൾ ഗുരുമൂർത്തി ഓരോന്നും പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഗുരുമൂർത്തി പറഞ്ഞ കാര്യം കേട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും ഷോക്കായി പോവുകയാണ്. മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും ഈ ഒരു സംഭവമായിരുന്നു ഹെഡ്ലൈനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 47 വയസ്സുള്ള ഗുരുമൂർത്തി അയാളുടെ ഭാര്യ 37 വയസ്സുള്ള പുട്ട വെങ്കിട മാധവിക്കും കല്യാണമായി 13 വർഷം കഴിഞ്ഞിരുന്നു. ഇവർക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്നിങ്ങനെ ഭംഗിയുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. അതുമാത്രമല്ല എല്ലാ ഫാമിലിയും പോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ആ വെങ്കടേശ്വര കോളനിയിൽ കഴിഞ്ഞ 5 വർഷമായി ഇവർ താമസിച്ചു വരുന്നത്. പക്ഷേ പുറത്ത് നല്ല രീതിയിൽ തന്നെ കണ്ടിരുന്നാലും വീടിന്റെ ഉള്ളിൽ ഒരു യുദ്ധം തന്നെ ദിവസവും നടക്കാറുണ്ടായിരുന്നു. ഗുരുമൂർത്തി ആർമിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾ വീട്ടിലുണ്ടാകാറില്ല. വീട്ടിലുള്ള ഗുരുമൂർത്തിയുടെ 2 പിള്ളേരെ നോക്കിക്കൊണ്ടിരുന്നത് ഭാര്യ മാധവിയായിരുന്നു. അങ്ങനെ ഗുരുമൂർത്തി ആർമിയിൽ ജോലി ചെയ്യുമ്പോഴെല്ലാം തന്റെ ഭാര്യ വേറെ ആരുടെയോ കൂടെ അഫയറിൽ ഉണ്ടായിരുന്നുവെന്ന് അയാൾക്കൊരു ചിന്താഗതി വരികയാണ്. അങ്ങനെ ഓരോ ദിവസവും ഇത് തന്നെ ചിന്തിച്ച് തന്റെ ഭാര്യയുമായിട്ട് വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ ജോലി തന്നെ വേണ്ട എന്ന് പറഞ്ഞ് വാലണ്ടറി റിട്ടയർമെന്റ് വാങ്ങിയിട്ട് വരികയാണ്. എന്നിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ DRDOയിൽ ജോലി ചെയ്യുകയാണ്. മാത്രമല്ല വീട്ടിൽ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വഴക്കുകൾ ഉണ്ടാകുകയാണ്. ചില ന്യൂസിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും ഞാനിവിടെ പറയുകയാണ്. ഗുരുമൂർത്തി 6 മാസം മുമ്പ് തന്നെ തന്റെ ഭാര്യയെ കൊല്ലുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും
എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് കൊലകൾ ചെയ്യുക എന്ന് യൂട്യൂബിലും അതേപോലെ തന്നെ ഹോളിവുഡ് സിനിമകൾ കണ്ട് മനസ്സിലാക്കുകയായിരുന്നുവെന്നും ഒരു സൈക്കോ സിനിമ കണ്ട അയാൾ ഒരു നായയെ കൊന്ന് അത് പീസാക്കി വെട്ടി അത് വേവിച്ചത് കണ്ട ഗുരുമൂർത്തി എനിക്ക് ഇത് തന്നെയാണ് കറക്റ്റ്, മനുഷ്യന്റെ മാംസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് അയാൾ ചിന്തിക്കുകയാണ്. അതിനുവേണ്ടി ഭാര്യയും പിള്ളേരെയും നാട്ടിലേക്ക് പോയപ്പോൾ തെരുവിൽ കറങ്ങി നടക്കുന്ന ഒരു നായയെ തല്ലിക്കൊന്ന് അതിനെ തുണ്ടാക്കി വെട്ടി അതിനെ വേവിച്ച് ഒരു ട്രെയിനിങ്ങും ഗുരുമൂർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജനുവരി 16-ാം തീയതി ശങ്കരാതി ഫംഗ്ഷന് വേണ്ടി മാധവിയുടെ 2 കുട്ടികളെയും അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നിട്ട് സംശയത്തിന്റെ രീതിയിൽ അയാൾ വീണ്ടും മാധവിയുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കിച്ചണിൽ നിന്ന് കത്തിയെടുത്ത് വന്നിട്ട് മാധവിയെ കൊടൂരമായിട്ട് അയാൾ കൊല ചെയ്യുകയാണ്. എന്നിട്ട് രക്തം കട്ടപ്പിടിക്കാൻ വേണ്ടി മാധവിയുടെ ശരീരം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് രക്തം കട്ടപ്പിടിച്ചതിന് ശേഷം മാധവിയുടെ ശരീരം തുണ്ടാക്കി വെട്ടി അത് കുക്കറിലിട്ട് വേവിച്ച് ജ്യൂസി പോലെ ആക്കി ഗുരുമൂർത്തി എന്നും പറയപ്പെടുന്നു. ചില വലിയ ന്യൂസുകളിൽ പറയുന്നത് ജനുവരി 16-ാം തീയതി ഗുരുമൂർത്തി സംശയത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയതല്ല, മാധവി ഫംഗ്ഷന് വേണ്ടി വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചിട്ടാണ് ഈ വഴക്കുണ്ടായതെന്നും പറയപ്പെടുന്നു. ഈ ന്യൂസുകളിൽ ഗുരുമൂർത്തിയുടെ 2 കുട്ടികളും ഗുരുമൂർത്തിയുടെ സിസ്റ്ററുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇപ്പോ ഇവർ തമ്മിലുള്ള വഴക്കിൽ മാധവി തുടരെ ബഹളമുണ്ടാക്കിയാൽ ദേഷ്യം വന്ന ഗുരുമൂർത്തി മാധവിയുടെ തല പിടിച്ച് അവിടെ വീടിന്റെ ചുമരിൽ അടിക്കുകയാണ്. അടിയുടെ ആഘാതത്തിൽ സ്പോട്ടിൽ തന്നെ മാധവി കൊല്ലപ്പെടുകയാണ്. ഇപ്പോ എന്താണ് ചെയ്യുക എന്നറിയാതെ നിന്നിരുന്ന ഗുരുമൂർത്തിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. ഉടനെ ബാത്റൂമിലേക്ക് മാധവിയെ വലിച്ചു കൊണ്ടുപോയിട്ട് ആടിനെ വെട്ടുന്ന കത്തി ഉപയോഗിച്ചിട്ട് പീസായി മാധവിയുടെ ശരീരം വെട്ടുകയാണ്. ഇങ്ങനെ പീസാക്കി വെട്ടിയ കഷ്ണങ്ങൾ പുറത്തു കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്താൽ പോലീസ് തന്നെ പിടിക്കുമെന്ന് ചിന്തിച്ച അയാൾക്ക് വേറൊരു ഐഡിയ മനസ്സിൽ വരികയാണ്. അത് ചെയ്യുകയാണ്. അതിനുവേണ്ടി തുണ്ടായി വെട്ടിയ മാധവിയുടെ ശരീരം കുക്കറിലിട്ട് 5 to 6 മണിക്കൂർ വരെ വേവിക്കുകയാണ്. എന്നിട്ട് ആ വെന്തതിൽ നിന്ന് എല്ലുകൾ മാത്രം വേർപ്പെടുത്തിയെടുക്കുകയാണ്. ഇങ്ങനെ എടുത്ത എല്ലുകൾ പുറത്തു കൊണ്ടുപോയി കളഞ്ഞാൽ ഇത് മനുഷ്യന്റെ എല്ലാണ് എന്ന് പോലീസ് കണ്ടുപിടിച്ച് നമ്മൾ അറസ്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ച് അയാൾ നമ്മുടെ വീട്ടിൽ ദോശ ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ആട്ടുകല്ലിലിട്ട് ആ എല്ലുകൾ പൊടിച്ച് പൗഡർ രൂപത്തിലാക്കുകയാണ്. ഇതെല്ലാം തുടർന്ന് 2 ദിവസം സമയം എടുത്തുകൊണ്ട് അയാൾ ചെയ്യുകയാണ്. എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ചതും ഈ പൗഡർ മിക്സ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന തെരുവ് നായ്കൾക്ക് ഭക്ഷണമായി കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ബാക്കിയുള്ളത് കവറുകളിലാക്കി അവിടെയുള്ള കുളത്തിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുമാണ് എല്ലാ ന്യൂസ് ചാനലുകളിലും പറയപ്പെടുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണ് പോലീസ് വേറൊരു ടെസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് എന്താണെന്നാൽ ഗുരുമൂർത്തി തന്റെ ഭാര്യയെ കൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും പോലീസിന് കറക്റ്റായിട്ടുള്ള ഫോറൻസിക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പോലീസ് പറയുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ടെക്നിക്കൽ തെളിവുകൾ കിട്ടുമോ സയന്റിഫിക് തെളിവുകൾ കിട്ടുമോ എന്നറിയാൻ ഫോറൻസിക് ടീം ഗുരുമൂർത്തി കവർ ഡിസ്പോസ് ചെയ്ത കുളത്തിലും കുളത്തിന്റെ പരിസരത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പോലീസ് പറയുകയാണ്. അതുമാത്രമല്ല ആ വീടിന്റെ ബാത്റൂമിൽ നിന്ന് ഒരു തെളിവ് പോലും ഫോറൻസിക് ടീമിന് കിട്ടിയിരുന്നില്ല. എന്തിന് ഒരു മനുഷ്യന്റെ മാംസം ബാത്റൂമിലിട്ട് വെട്ടി പീസാക്കിയെങ്കിൽ അതിന്റെ ഒരു കഷ്ണം പോലും ഫോറൻസിക് ടീമിന് അവിടെ നിന്ന് കാണാൻ സാധിച്ചില്ല. അതുമാത്രമല്ല ഫോറൻസിക് ടീമിന് അവിടെ നിന്ന് ഒരു രക്തക്കറ പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതുകൊണ്ട് തന്നെ പോലീസിന് ഈ കേസ് കുറച്ച് ചാലഞ്ചിങ് ആവുകയാണ്. ഫോറൻസിക് ടീം അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് 2 ടീമും നല്ല രീതിയിൽ തീവ്രമായി തന്നെ മാധവിയുടെ ശരീരം കണ്ടുപിടിക്കാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല പോലീസ് ഈ കേസിനെ കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കൊലപാതകമായി ഞങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ വരെ മാധവിയെ കാണാനില്ല എന്ന രീതിയിലാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാധവി കൊല്ലപ്പെട്ടു എന്ന് ഞങ്ങൾ കൺഫേം ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. അതുമാത്രമല്ല മെയിനായിട്ട് ഒരു കാര്യം പോലീസ് പറയുകയാണ്. അത് എന്താണെന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗുരുമൂർത്തി പറഞ്ഞത് ഒരു പച്ചക്കള്ളമായിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്ന്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, കേസ് ഇൻവെസ്റ്റിഗേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രവീൺ പറഞ്ഞത്. കൂടാതെ ഈ കേസ് പരമായിട്ട് ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. സ്വന്തം ഭാര്യയെ താനാണ് കൊല ചെയ്തതെന്ന് പറഞ്ഞ ഗുരുമൂർത്തിയെ പോലും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു സസ്പെക്ട് എന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഗുരുമൂർത്തി പറഞ്ഞതെല്ലാം കള്ളമോ ഈ കേസിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നും തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദ് പോലീസ്. ഇനി തുടർന്ന് എന്താണ് നടക്കുക എന്ന് അവർ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി നമുക്ക് അറിയാൻ സാധിക്കും. ഗുരുമൂർത്തി സ്വന്തം ഭാര്യയെ കൊന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവരുടെ വീട് കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു ചെറിയൊരു വീടാണ് ഇവരുടേത്. അതുമാത്രമല്ല ആ വീടിന്റെ ഉള്ളിലുള്ള ബാത്റൂമും അതിലും ചെറുതാണ്. അപ്പോൾ ആ ഒരു ചെറിയ ബാത്റൂമിലിട്ട് ഒരു മനുഷ്യന്റെ ഫുൾ ബോഡി വെട്ടി പീസാക്കി ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പക്ഷേ അതിന് സാധ്യത ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഫോറൻസിക് ടീമിനും ഡോഗ് സ്ക്വാഡിനും അവിടെ നിന്ന് ഒരു തെളിവ് പോലും കിട്ടാതിരുന്നത്? എന്തിന് ഒരു രക്തക്കറ പോലും കാണാൻ സാധിക്കാത്തത്? എല്ലാം കണ്ടു തന്നെ അറിയാം. എനിവേ ഗുരുമൂർത്തി പറഞ്ഞത് സത്യമാണോ അതോ കള്ളമാണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റിൽ പറയുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ നിഗമനം എന്താണെന്ന് താഴെ പറയാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.